കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസവും നമുക്ക് ദാനമായി നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസ് പറയുന്നത് പോലെ ഞാനായിരിക്കുന്നത് കൃപയാലാകുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ബാക്ക്ഗ്രൗണ്ടോടെ ഒന്ന് പരിശോധിക്കണം. മനുഷ്യമായി എടുത്തു പറയാൻ ഒത്തിരി ക്വാളിറ്റികൾ തനിക്കുണ്ട്. തൻ്റെ പിതാവിന് ആ കാലത്ത് ഷിപ്പുകളുണ്ടായിരുന്നു. ധനാഢ്യനായ മനുഷ്യനായിരുന്നു. പൗലോസിന് ഒത്തിരി ഡിഗ്രികളുണ്ടായിരുന്നു. യെരുശലേം കൗൺസിലെ മെമ്പറായിരുന്നു. സ്വാധീനങ്ങളുള്ള മനുഷ്യനായിരുന്നു. ഒന്നിലും മനുഷ്യമായ ഒരു കുറവില്ലായിരുന്നു. പക്ഷേ താൻ ദൈവത്തിൻ്റെ മുമ്പാകെ നമിച്ചുകൊണ്ട് പറയുന്നു, ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ആകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഓരോ ദിവസവും ദൈവം നമ്മളെ നടത്തുന്നത് നമ്മുടെ ധനത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ശ്രേഷ്ഠത കൊണ്ടല്ല, ആരോഗ്യം കൊണ്ടാണ് എന്നാരും ചിന്തിക്കരുത്. ചെറിയൊരു വൈറസ് അനേക വ്യക്തികളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവർ പാപം ചെയ്തുകൊണ്ടല്ല, നമ്മളെക്കാൾ വിശുദ്ധരായതുകൊണ്ടുമല്ല, മറിച്ച് ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയത് മഹാകരുണ നമ്മളോട് ദൈവം കാണിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ഇന്ന് പകലും പറയാൻ കഴിയണം, കർത്താവേ, ഞങ്ങളായിരിക്കുന്നത് അങ്ങയുടെ കൃപയാലാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, എത്ര സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്താലും പുറകിൽ നിന്ന് അനേക വാഹനങ്ങൾ വന്നിടിച്ച് അനർത്ഥങ്ങൾ ക്ഷണത്തിൽ സംഭവിച്ച് അനേക ജീവിതങ്ങൾ പൊലിഞ്ഞു പോയത് നിങ്ങൾ വാർത്തകൾ കണ്ടിട്ടില്ലേ? ഒന്ന് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തതിൻ്റെ മികവ് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേലും നിങ്ങളുടെ സന്താനങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നോ അവരുടെ മേലും ഉള്ളത് കൊണ്ട് ദൈവം സൂക്ഷിക്കുന്നു, ദൈവം നടത്തുന്നു. ദൈവത്തിൻ്റെ കൃപയോർത്ത് ഒരു നിമിഷം നന്ദി പറയാൻ തയ്യാറാകുമോ? ചിലർ പറയാറുണ്ട്, എപ്പോഴും മെഡിസിൻ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നോ, ഡോക്ടേഴ്സിൻ്റെ പ്രസ്താവനകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മരുന്നുകളോട് ഈ രോഗി പ്രതികരിക്കുന്നില്ല. മരുന്നുകൾ പ്രതികരിക്കണമെങ്കിലും ദൈവം കൂടെ വിചാരിക്കണം. മരുന്നിൻ്റെ ബലമോ ധനത്തിൻ്റെയോ ആരോഗ്യത്തിൻ്റെയോ കുടുംബത്തിൻ്റെ മഹാത്മ്യതയോ കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നതെന്ന് ഇന്ന് പകൽ ശക്തമായി ഒന്ന് തിരിച്ചറിഞ്ഞ്, ദൈവമേ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു, അങ്ങയുടെ ആത്മാവ് എന്നെ ടച്ച് ചെയ്യണമേ, അങ്ങയുടെ ശക്തി എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ മഹത്വം ഒന്ന് കാണാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആര് തയ്യാറുണ്ട്? അവരുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി ഇന്ന് പകലും നിങ്ങളെ ശക്തീകരിക്കാൻ, നിങ്ങളെ ഉദ്ധരിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ ആത്മാവിൽ കൊണ്ടുവരാൻ എൻ്റെ ദൈവം ഇന്നും മതിയായവൻ, സർവശക്തനെന്ന് തൻ്റെ ജനം ഒന്ന് തിരിച്ചറിയട്ടെ. നിരാശകൾ മാറിപ്പോകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ കാരണം പല രോഗങ്ങളുടെയും മൂർച്ച കൂടുന്നത് നിരാശ വരുമ്പോൾ, ധൈര്യം ചോർന്നു പോകുമ്പോൾ, ഇനി എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന ചിന്ത വരുമ്പോഴാണ് അത് വലിയ അവസ്ഥകളിലേക്ക്, കാഠിന്യത്തിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എൻ്റെ ദൈവം അറിയാതൊന്നും സംഭവിക്കില്ല. ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ, ഏത് പ്രതിസന്ധികളെയും മാറ്റാൻ, കിടക്കകളെ മാറ്റി വിരിക്കാനും കഴിവുള്ള സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഇന്ന് രാത്രിയിലും പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കാൻ, ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ, ദൈവത്തിൻ്റെ ബലം നിങ്ങളുടെ മേൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് പകലിലും ഈ ദൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ.
വളരെ സുപരിതമായ ഒരു വാക്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. 85-ാം സങ്കീർത്തനം 9-ാമത് വാക്യം, തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. നിശ്ചയം കോരഹ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. അവരുടെ പിതാക്കന്മാർ മത്സരിച്ചോ, ഭൂമി വായ് പിളർന്ന പിതാക്കന്മാരെ വിഴുങ്ങി. എങ്കിലും അടുത്ത ജനറേഷൻ ആ ശാപത്തിൻ്റെ ചീട്ട് പേറാൻ അവർ വഹിക്കാൻ തയ്യാറാകാതെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ച് അവർ രക്ഷപ്പെട്ടിട്ട് പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. 46-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ പറയുന്നു, ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്, ഞങ്ങളുടെ ബലം ഞങ്ങളുടെ പിതാക്കന്മാരിലല്ല, ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ ബലം. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ഭയപ്പെടത്തില്ല, ദൈവം ഞങ്ങളുടെ കൂടെ. ഇവിടെ പറയുന്നു, യഹോവേ, നീ നിന്റെ ജനത്തെ കടാക്ഷിച്ചിരിക്കുന്നു. യാക്കോബിൻ്റെ പ്രവാസികളെ തിരിച്ചു വരുത്തുന്ന ഒരു ദൈവം. ഒന്ന്, കടാക്ഷിക്കുന്ന ദൈവം. രണ്ട്, തിരിച്ചു വരുത്തുന്ന ദൈവത്തെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഈ പകലിലും നമ്മളെ കടാക്ഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന, പലരും നമ്മളെ ശപിക്കട്ടെ, മാറ്റി നിർത്തട്ടെ, നെഗറ്റീവ് ചിന്തകൾ പറഞ്ഞ് ഇടിക്കാൻ ശ്രമിക്കട്ടെ, ഇപ്പുറത്ത് ധൈര്യത്തോട് പറ, ഞങ്ങളെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങളെ തിരിച്ചു വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റുന്ന, ആഴികളിൽ നിന്ന് തിരികെ കയറ്റുന്ന, ലോകത്തിൻ്റെ ശക്തികളിൽ നിന്ന് തിരികെ കയറ്റുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കുറേ വാക്യം ശ്രദ്ധേയമാണ്. 9-ാം വാക്യം, തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന്. തിരുമഹത്വം ഒരു ദേശത്ത് വരണമെങ്കിൽ ആ ദേശം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. ആ ദേശം ഉപവസിക്കണം. ആ ദേശം വിലാപത്തോടും കരച്ചിലോടും കൂടെ അടുത്ത് വന്നപ്പോൾ വസ്ത്രങ്ങളെയല്ല, ഹൃദയത്തെ കീറി തകർന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചപ്പോൾ സംഭവിച്ചത്, വെട്ടുകിളി, തുള്ളൻ, പച്ചപ്പുഴു വീട്ടിൽ നശിപ്പിച്ച സംവത്സരങ്ങൾക്കനുസരിച്ച് ദൈവം അവരോട് അത്ഭുതമായി പ്രവർത്തിച്ച് ഇരട്ടി കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു സമൂഹത്തിൽ, ഒരു ദേശത്ത് തിരുമഹത്വം വെളിപ്പെടണമെങ്കിൽ, എന്നിട്ട് ദൈവം പറയുക, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിലുണ്ട്, നിങ്ങൾ ലജ്ജിക്കില്ല, നിങ്ങൾ തകരില്ലിനിയും. അങ്ങനെയെങ്കിൽ തിരുമഹത്വം വെളിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്ത് ക്ഷാമങ്ങൾ മാറാൻ, തകർച്ചകൾ മാറാൻ, ശൂന്യതകൾ മാറാൻ, നാളുകളായി തിന്നുമുടിച്ച തകർത്ത് കളഞ്ഞ രോഗശക്തികളാകട്ടെ, പാപത്തിൻ്റെ വ്യാപാരങ്ങളാകട്ടെ, പ്രാർത്ഥനയെ തകർത്ത അന്ധകാര മണ്ഡലങ്ങളാകട്ടെ, ഇന്ന് പകലതിനെ ജയിക്കാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ചിലരെഴുന്നേൽക്കട്ടെ യേശുവിൻ നാമത്തിൽ. തിരുമഹത്വം ഒരു കുടുംബത്തിൽ വസിക്കുമ്പോൾ നമുക്കറിയാം, യേശു സ്നേഹിച്ച കുടുംബമാണ് ലാസറിൻ്റെ കുടുംബം. പ്രിയമുള്ള കുടുംബമാണ്. പക്ഷേ പ്രിയമുള്ള കുടുംബത്തിന് വന്ന ചെറിയ കാര്യമല്ല. അവരുടെ ഏകാശ്രയമായ ദൈവം കഴിഞ്ഞാൽ ആൺ തുണ, അല്ലെങ്കിൽ അവരുടെ സഹോദരൻ, മാർത്തയുടെയും മറിയുടെയും സഹോദരൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ദിനം കടുത്തു, യേശു വന്നില്ല. അറിയിച്ചിട്ട് യേശു വന്നില്ല. പക്ഷേ ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, ഇത് മരണത്തിനല്ല, എൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണം. തിരുമഹത്വം ഒരു കുടുംബത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറാവണം. വിശ്വസിച്ചാൽ, യേശു പറഞ്ഞു, മഹത്വം നിങ്ങൾ കാണും. ഒടുക്കത്തെ നാളിലേ ഉള്ളൂ, അല്ല ഇപ്പോൾ വിശ്വസിക്കാൻ തയ്യാറാണ്. നോക്കൂ, കല്ലറയ്ക്കകത്ത് പോയ സബ്ജക്റ്റ് ഞാൻ അക്ഷരീയമായിട്ട് മാത്രമല്ല പറയുന്നത്. പല വിഷയങ്ങളും മൂടപ്പെട്ട്, തകർക്കപ്പെട്ട്, ജീവനറ്റ് നാറ്റം വമിച്ചതുപോലെ ലോകത്തിൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി എത്രയോ കരച്ചിൽ കണ്ണുന്ന് താരതാരയെ ഒഴുകുമ്പോൾ, അകത്തളങ്ങളിൽ വേദന കൊണ്ട് പിടയുമ്പോൾ, ഇപ്പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വാചനത്തിലൂടെ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഒരു കുടുംബത്തിനകത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു വന്നാൽ ഏത് എൻഡിൽ പോയാലും, എത്ര സ്രാവിട്ട് മൂടിയ വിഷയമാണെങ്കിലും
അടച്ചുറപ്പിച്ച് കെട്ടി ഒതുക്കിയതാണെങ്കിലും ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, തിരുമഹത്വം ഇറങ്ങിയാൽ ചിലതിന്ന് പകൽ പുറത്തു വരും. എഴുന്നേൽക്കത്തില്ലെന്ന് പറയുന്നത്, നടക്കത്തില്ലെന്ന് പറയുന്നത്, കാരണം തിരുമഹത്വം വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പർപ്പസ് അതിനകത്തുണ്ടാകണം, അല്ലേ? അതുകൊണ്ട് യേശുവിൻ്റെ പർപ്പസ് ഉള്ളതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശ്വസിച്ചാൽ മാത്രം മതി, മഹത്വം കാണാൻ പോകാം. കാരണം 12-ാം അധ്യായത്തിൽ ലാസറിന്റെ ടെസ്റ്റ് മണി മുഖാന്തരം, ലാസർ ഉയർത്തെഴുന്നേറ്റത് മുഖാന്തരം അനേകർ യേശുവിനെ അറിയണം. അത് മാത്രമല്ല 12-ന്റെ 1-2 വാക്യങ്ങൾ ലാസറിന്റെ പേരിൽ ബെഥാന്യ അറിയപ്പെടണം. അടുത്തത് യേശുവും ലാസറും ഒരുമിച്ചിരിക്കുന്നത് മഹത്വം ആ കുടുംബത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് പകൽ തകർന്നു എന്ന് ലോകം നിങ്ങളെയും എന്നെയും നോക്കി വിധിയെഴുത്ത് നടത്തുമ്പോൾ അതിൻ്റെ നടുവിലും ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, പ്രൈസ് ദ ലോർഡ്. എഴുന്നേൽപ്പിക്കേണ്ടതിനെ ദൈവം എഴുന്നേൽപ്പിക്കും. തിരുമഹത്വം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി കാണും, ദൈവ തേജസ് കാണും, ദൈവത്തിൻ്റെ ശക്തി കാണും. ദൈവാത്മാവിൻ്റെ ഇടപെടിയിൽ നിൻ്റെ കുടുംബത്തിനകത്ത്, നിൻ്റെ ശരീരത്തിൽ, നിൻ്റെ തലമുറകളുടെ മേൽ, നിൻ്റെ ഹസ്ബൻഡിൻ്റെ മേൽ, വൈഫിൻ്റെ മേൽ ഒക്കെ വെളിപ്പെടും. നിൻ്റെ ഔദ്യോഗിക മേഖലകൾ വെളിപ്പെടുത്തും. ഇന്ന് പകൽ പ്രാർത്ഥിക്കർത്താവേ, തിരുമുഖത്ത് ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ഓഫീസിൽ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ വേദനയുടെ അവസ്ഥയിലായിരിക്കുന്ന സബ്ജക്റ്റിന്മേൽ വെളിപ്പെടുത്തണമേ ഒന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുമെങ്കിൽ, ചഞ്ചലങ്ങൾ മാറ്റുമെങ്കിൽ, കല്ല് വെച്ചോട്ടെന്നേ, കല്ല് നീക്കിക്കാൻ, കമാൻഡ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവൻ വിളിച്ചു പറയുന്നു, ലാസർ പുറത്തു വരും. കല്ല് നീക്കി. യേശു നീക്കിയില്ല, കാരണം കല്ല് വെച്ചവനെ കൊണ്ട് കല്ല് നീക്കിച്ചു. റൂമാല് കൊണ്ട് കെട്ടിയവനെ കൊണ്ട് കെട്ടഴിപ്പിച്ചു. ഇവൻ പോകട്ടെ എന്ന് പറഞ്ഞ് മഹത്വം ഇറങ്ങിയാൽ പിന്നെ റൂമാലിന് കെട്ടി നിർത്താൻ പറ്റില്ല. മഹത്വം ഇറങ്ങിയാൽ പിന്നെ കല്ലിന് അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല. മഹത്വം ഇറങ്ങിയാൽ നീ എഴുന്നേറ്റ് നടക്കാൻ പോകുക, നീ ചലിക്കാൻ പോകുക, നിനക്ക് ചേഞ്ച് വരാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും പ്രിയരെ? ഒരു ദേശത്തിന്മേൽ തിരുമഹത്വം ഇറങ്ങിയപ്പോൾ ദേശത്തിൻ്റെ അവസ്ഥ മാറി. ദേശം ഉല്ലാസത്തിലേക്ക് വന്നു, ദേശം സന്തോഷത്തിലേക്ക് വന്നു. വിത്തുകൾ ഫലമാകാൻ തുടങ്ങി, കായ്ക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെ കൊയ്യാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ കുടുംബത്തിനകത്തേക്ക് മഹത്വം വന്നപ്പോൾ ഡെഡായി പോയത് എഴുന്നേൽക്കാൻ തുടങ്ങിയെങ്കിൽ, ഡെഡായി നിന്റെ ശരീരത്തിൻ്റെ സെല്ലുകൾ, ഡെഡായി നിന്റെ ഹാർട്ട് ബ്ലോക്കുകൾ, യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറയുടെ ഭാവി, നിന്റെ കുടുംബജീവിതം, അതിന്മേൽ തിരുമഹത്വം ഇറങ്ങിയാൽ നിന്റെ കുടുംബം സ്വസ്ഥമാകുകയാണ്. യേശുവിൻ നാമത്തിൽ പിതാവേ, അങ്ങയുടെ മഹത്വം ഇന്ന് പകൽ ഞങ്ങളുടെ ദേശത്തിന്മേൽ വരട്ടെ, ഞങ്ങളുടെ ശരീരത്തിന്മേൽ വരട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ തലമുറകളുടെ മേൽ വരട്ടെ, ഞങ്ങളെ ഭയപ്പെടുന്ന വിഷയത്തിന്മേൽ ഞങ്ങളുടെ മഹത്വം ഇറങ്ങാൻ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകലും ധൈര്യത്തോടെ പറ, തിരുമഹത്വം ഞങ്ങളുടെ മേലൊന്ന് വെളിപ്പെടുത്തണം. ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ചർച്ചിനകത്ത് അങ്ങയുടെ മഹത്വം ഒന്ന് ഇറങ്ങണമേ. ഞങ്ങളുടെ ശരീരത്തിൽ അതൊന്ന് തിരിച്ചറിയട്ടെ. പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. കർത്താവിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. ആർക്കും അതിനെ തടയാൻ പറ്റില്ല. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്മിജു മാത്യു.